ഹലോ. നമ്മുടെ ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഈ ഒരു ഓട്ടോക്യാഡിൻ്റെ ഒരു ബേസിക് സ്ട്രക്ചർ എങ്ങനെയാണ്, എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ടൂൾസ് ഇരിക്കുന്നത്, എവിടെയൊക്കെയാണ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ജസ്റ്റ് പറഞ്ഞത്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ക്ലാസ് തൊട്ട് നമ്മൾ എങ്ങനെയാണ് ഒരു ഡ്രോയിങ് ചെയ്യാൻ പോകുന്നത്, എന്തൊക്കെ ചെക്ക് ചെയ്യണം, നമ്മൾ ഓരോരോ 1 by 1 നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ഡീറ്റെയിൽ ആയിട്ട് ഓരോരോ ക്ലാസ് നമ്മൾ പറഞ്ഞു വരും. ഓക്കെ, ഞാൻ ഫസ്റ്റ് പറയാൻ ഉദ്ദേശിക്കുന്നത്, നമ്മളൊരു ഫ്രഷ് ഡ്രോയിങ്ങിലേക്ക് ഫ്രഷ് ആയിട്ടൊരു ഡ്രോയിങ് വരയ്ക്കുകയാണെങ്കിൽ നമ്മളൊരു യൂണിറ്റ് സെറ്റ് ചെയ്യണം ആ ഡ്രോയിങ്ങിന്. അതിനായിട്ട് നമ്മൾ യൂണിറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടി UN എൻ്റർ അടിക്കുക. UN എൻ്റർ അടിക്കുക. യൂണിറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള കമൻറ്റാണ് UN. എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് ഓൾറെഡി ഇതിൽ നിങ്ങൾക്ക് കാണാം, ഇവിടെ മീറ്റർ എന്ന് പറഞ്ഞ സെറ്റ് ആക്കിയിട്ട് ഇത് നമുക്ക് ഇഷ്ടമുള്ളത് ഇവിടെ സെറ്റ് ചെയ്യാം. ഇഞ്ചോ ഫീറ്റ്സ് സെൻറ്റിമീറ്റർ ഒക്കെ ഉണ്ട്. നമുക്ക് ഇവിടെ ഒരു മീറ്റർ ആണെങ്കിൽ മീറ്ററിൽ തന്നെ ഒന്ന് സെറ്റ് ചെയ്തേക്കാം. ഇവിടെ എപ്പോഴും നമ്മൾ 0.00 ആയിരിക്കണം സെറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഇത് നമ്മുടെ വാല്യൂസിൻ്റെ ആക്യുറസിയാണ് ഉദ്ദേശിക്കുന്നത്. ഡെസിമൽ എത്ര പോയിൻറ്റ് സംതിങ് വാല്യൂസൊക്കെ വരികയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ 0 ഇടാം. പക്ഷേ ഇച്ചിരി ബെറ്റർ എപ്പോഴും 0.00 എപ്പോഴും ബെറ്റർ. ഓക്കെ, എന്നിട്ട് ബാക്കിയുള്ള ഓപ്ഷൻസ് നമുക്ക് നോക്കണ്ട. ആംഗിളൊക്കെ 0 തന്നെ കൊടുത്താൽ മതി. നമുക്ക് ഓക്കെ കൊടുക്കാം. ഇവിടെ എപ്പോഴും ഇൻ്റർനാഷണൽ തന്നെ ആയിരിക്കണം. സ്റ്റാൻഡേർഡ്സും കാര്യങ്ങളൊക്കെയാണ്. ഇത് ഇൻ്റർനാഷണലാണ്, യൂണിറ്റ്സാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് ഓക്കെ, ഇപ്പം ഇങ്ങനെയാണ് യൂണിറ്റ് നമ്മൾ ഫസ്റ്റ് സെറ്റ് ചെയ്യണം. കാരണം നമ്മൾ എന്ത് ഡ്രോയിങ് പുതിയതായിട്ട് വരയ്ക്കേണ്ട യൂണിറ്റ് മസ്റ്റായിട്ട് സെറ്റ് ചെയ്തിട്ട് വേണം ഡ്രോയിങ് വരയ്ക്കാൻ. അതല്ലെങ്കിൽ നമ്മൾ പകുതി വരച്ച് കഴിഞ്ഞ് നമ്മൾ യൂണിറ്റ് സെറ്റ് ചെയ്തിട്ട് അപ്പോഴാണ് നമ്മൾ അറിയണത്. യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് യൂണിറ്റ് എടുത്ത് നോക്കുമ്പോൾ യൂണിറ്റ് വേറെയാണ് കിടക്കണമെങ്കിൽ നമ്മൾ വരച്ച എല്ലാ ഡ്രോയിങ്സും മാറിപ്പോവും. നമുക്ക് ഫുള്ള് ഡിലീറ്റ് ചെയ്ത് ഒന്നേന്ന് പിന്നെ സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ ഫ്രഷ് ആയിട്ടൊരു ഡ്രോയിങ് ചെയ്യുമ്പോൾ എപ്പോഴും യൂണിറ്റ് ഫസ്റ്റ് സെറ്റ് ചെയ്യണം. ഓക്കെ, അത് വിട്ടു പോകാൻ പാടില്ല. നമ്മളൊരു എക്സിസ്റ്റിംഗ് ഡ്രോയിങ് അല്ലെങ്കിൽ പകുതി ചെയ്ത് കഴിഞ്ഞ ഡ്രോയിങ്സൊക്കെയാണ് നമ്മൾ എടുക്കണമെങ്കിൽ നമുക്കത് ജസ്റ്റ് ഒന്ന് യൂണിറ്റ് എന്തിനാണ് സെറ്റ് ചെയ്തതെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എന്നിട്ട് അതനുസരിച്ച് പിന്നെ നമ്മൾ വർക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടുമ്പോൾ യൂണിറ്റ് ഒന്ന് ഫസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. ഫ്രഷ് പുതിയ ഡ്രോയിങ് ആണെങ്കിൽ നമ്മളൊരു യൂണിറ്റ് ഇട്ട് കൊടുത്ത് നമുക്ക് വേണ്ട യൂണിറ്റ് ഏതാണോ അത് ഇട്ട് കൊടുത്ത് വരയ്ക്കുക. നോർമലി MMലായിരിക്കും എല്ലാ സ്ഥലത്തും ഇടുക, അല്ലെങ്കിൽ മീറ്ററിലും ഇടാറുണ്ട്. MM ആണ് പ്രൊഫഷണലി ഇടണമെന്ന് എല്ലാ കമ്പനികളിലും MM ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ലിമിറ്റാണ് ചെക്ക് ചെയ്യേണ്ടത്. എന്താണ് ലിമിറ്റ് എന്ന് ഞാൻ പറയാം. ലിമിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡ്രോയിങ് ഷീറ്റിൻ്റെ ഒരു വലിപ്പത്തിനാണ് ലിമിറ്റ്. നമ്മൾ വരയ്ക്കാൻ പോകുന്ന സ്പേസ് അത് നമ്മൾ വരയ്ക്കുന്നതിന് ഉള്ളിലായിരിക്കണം. നമ്മൾ ലിമിറ്റ് എത്രയാണോ കൊടുത്തേക്കണത് അതിൻ്റെ ഉള്ളിലായിരിക്കണം നമുക്ക് വരയ്ക്കാൻ പറ്റുള്ളൂ. അതിൻ്റെ പുറത്ത് നമുക്ക് വരയ്ക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ലിമിറ്റ് എപ്പോഴും എടുക്കുമ്പോൾ അത് എപ്പോഴും നമ്മുടെ വരയ്ക്കുന്ന ഡ്രോയിങ്ങിൻ്റെ മുകളിലായിരിക്കണം ലിമിറ്റ് വരേണ്ടത്. ഞാൻ കാണിച്ചു തരാം. ലിമിറ്റിന് വേണ്ടി നമ്മൾ ലിമിറ്റ് എന്ന് അടിച്ചു കൊടുക്കുക. ലിമിറ്റ്സ് എന്ന് അടിച്ചു കൊടുത്ത് എൻ്റർ അടിക്കുക. ഓക്കെ, അപ്പോൾ ലിമിറ്റ് ആക്ടിവേറ്റ് ആയി. അപ്പോൾ ഇവിടെ താഴത്ത് കാണാം ലിമിറ്റ് ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. സ്പെസിഫൈ ലോവർ ലെഫ്റ്റ് കോർണർ. ലിമിറ്റ് ഓണും ഓഫും ചെയ്യാനുള്ള ഒരു പൊസിഷനാണിത്. ഓക്കെ, ലെഫ്റ്റ് കോർണർ 00. ഇവിടെ 00 ആണ് ലിമിറ്റ് സെറ്റ് ചെയ്തത്. ലെഫ്റ്റ് കോർണർ എന്ന് പറഞ്ഞാൽ ഈ ഒരു പോയിൻറ്റിനാണ് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു സൈഡിലുള്ള കോർണർ പോയിൻ്റാണ് 00 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എക്സും വൈ നിൽക്കുന്ന ഈ ഒരു പോയിൻ്റ് വരും. നോർമലി ലെഫ്റ്റ് കോർണർ എപ്പോഴും 00 മെയിൻറ്റെയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്നുള്ള സെയിം പോർഷൻ തന്നെ നമ്മൾ ഈ കേസറിൻ്റെ ഒപ്പം മൂവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവിടെ 00 സെറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് 0 അടിച്ചു കൊടുക്കുക, ഒരു കോമ ഇട്ട് കൊടുക്കുക. ഇപ്പം നമ്മൾ ആദ്യത്തെ 0 ലോക്കായി. എന്നിട്ട് ഒരു 0 കൂടി ഇട്ട് കൊടുത്ത് എൻ്റർ അടിക്കുക. അപ്പോൾ സ്പെസിഫൈ അപ്പർ റൈറ്റ് കോർണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സൈഡാണ് കോർണർ. പിന്നെ ലോവർ കോർണർ ഇവിടെ നോക്കാം. നമ്മൾ അടിച്ചു കൊടുത്തത് 0,0. നമുക്കിവിടെ ക്ലിക്ക് ചെയ്ത് അടിച്ചു കൊടുക്കാം. ഓക്കെ, ഇവിടെ കൊടുക്കുന്നതും നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ അകത്ത് ഈ കേസിൻ്റെ ഒപ്പം വാല്യൂസ് ഉണ്ട്, അവിടെ കൊടുക്കുന്നത് രണ്ടും സെയിം ആണ്. അപ്പം നമ്മൾ റൈറ്റ് കോർണർ നമ്മുടെ ഡ്രോയിങ്ങിൻ്റെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമ്മൾ വരയ്ക്കുന്ന ഡ്രോയിങ് വലിയ ഡ്രോയിങ് ആണെങ്കിൽ നമ്മൾ ലിമിറ്റ് എപ്പോഴും വലുതായിട്ട് തന്നെ കൊടുക്കണം. റൈറ്റ് കോർണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇങ്ങോട്ട് ഒരു 1000 ആണ്. ഓക്കെ, ഇവിടെ വരെ 1000 ആണെന്ന് വിചാരിക്കുക. ഇങ്ങോട്ട് നമ്മൾ 1000 കൊടുത്തു. ഇത് രണ്ടും കൂടി മാച്ച് ചെയ്ത് വരുന്ന ഒരു പോയിൻ്റ് ഉണ്ട്. ഇതാണ് റൈറ്റ് കോർണർ. ഓക്കെ, ഈ ഒരു പോയിൻ്റ്. അപ്പോൾ ഈ ഒരു പോയിൻ്റ് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ
ഇതിൻ്റെ ഉള്ളിൽ മാത്രമാണ് നമുക്ക് വരയ്ക്കാൻ പറ്റുള്ളൂ. ഈ ഒരു പോർഷൻ്റെ ഉള്ളിൽ മാത്രം നമുക്ക് വരയ്ക്കാം. ഇതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ എന്ത് വരച്ചാലും ലിമിറ്റിന് പുറത്താന്ന് കാണിക്കും. ഓക്കെ, നമ്മൾക്ക് ഒരു എക്സാമ്പിളായിട്ട് ഞാൻ ഇവിടെ ഒരു ലിമിറ്റ് 100 സെറ്റ് ചെയ്യാം. അപ്പർ റൈറ്റ് കോർണർ 100 ഞാൻ സെറ്റ് ചെയ്യാണ്. 100 അടിക്കാം, എൻ്റർ അടിക്കാം. അപ്പോൾ ലിമിറ്റ് സെറ്റായി. ഓക്കെ, ലിമിറ്റ് സെറ്റായി കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് വരച്ച് നോക്കാം. ചുമ്മാ ഒരു ലൈൻ ചുമ്മാ വരയ്ക്കുകയാണ്. ലൈനൊക്കെ എങ്ങനെ വരയ്ക്കണമെന്ന് പറയാം. പിന്നെ ഞാൻ ജസ്റ്റ് ഈ ഒരു സൈഡിൽ നമ്മൾ വരച്ച് തുടങ്ങി. ഓക്കെ, ഞാൻ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് ഔട്ട് സൈഡ് ലിമിറ്റ് എന്ന് കാണിക്കാം. ചെറിയൊരു വാല്യൂ ആണ് 100 ഇവിടെ. അപ്പോൾ നോക്കി ഞാൻ സൂം ചെയ്തു. ഞാൻ ഈ സൈഡൊക്കെ എനിക്ക് വരയ്ക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ക്ലിക്ക് ആവുന്നുണ്ട്. പക്ഷേ ഓക്കെ, എങ്ങോട്ടാണ് 100 വന്നേ നോക്കാം. നിൽക്കണ്ട, ഈ ഒരു പോയിന്റിൽ എനിക്ക് ക്ലിക്ക് ചെയ്തിട്ടും എനിക്ക് ഇവിടെ കാണിക്കുന്ന ഔട്ട് സൈഡ് ലിമിറ്റ് എന്ന് കാണിക്കുന്നുണ്ട്. ലിമിറ്റിന് പുറത്താണ് കാണിക്കുന്നത്. ഇതൊക്കെ ലിമിറ്റിന് പുറത്താണ്. അതുപോലെ തന്നെ മുകളിലേക്ക് നമുക്ക് എന്തായാലും പോകാൻ നോക്കാം. മുകളിലും എനിക്ക് ഇത്രയാണ്, ഇനി അങ്ങോട്ട് കിട്ടണില്ല. ഔട്ട് സൈഡ് ലിമിറ്റാണ്. ഓക്കെ, നമ്മൾ കൊടുത്ത കാര്യം 100 എന്ന് പറയുമ്പോൾ ഇവിടെ തൊട്ട് ഏകദേശം ഇത്രയേ ഉള്ളൂ. ഓക്കെ, അതാണ് ഏകദേശം ഈ പോയിന്റ് തൊട്ട് ഈ ഒരു പോയിന്റ് വരെയാണ് നമ്മുടെ ലിമിറ്റിലേക്ക് വന്നിട്ടുള്ളൂ 100 എന്ന് പറയുമ്പോൾ. അതാണ് നമുക്ക് ഇവിടെ വരയ്ക്കാൻ പറ്റി. ഇതിൻ്റെ പുറത്തേക്ക് വരയ്ക്കാൻ പറ്റില്ല. നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ എപ്പോഴും അത് ഔട്ട് സൈഡ് ലിമിറ്റാണ്. ഇങ്ങനെ എന്തെങ്കിലും ഒരു ഓപ്ഷൻ കണ്ടേ നിങ്ങൾക്ക് ചിലപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഡ്രോയിങ് ആയിരിക്കും, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ചെയ്ത ഡ്രോയിങ്സൊക്കെ ആയിരിക്കും നമ്മുടെ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ ചെയ്യുന്നതൊക്കെ. അപ്പോൾ അവർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ അവരൊരു ലിമിറ്റ് സെറ്റ് ചെയ്തായിരിക്കും വരയ്ക്കുകയാണ്. നമുക്ക് ആ ഡ്രോയിങ് വന്നു. ആ ഡ്രോയിങ്ങിൻ്റെ സൈഡിൽ നമ്മൾ പുതിയൊരു പോർഷൻ ആഡ് ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ചില സമയത്ത് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ ഫസ്റ്റ് ചെക്ക് ചെയ്യേണ്ടത് ലിമിറ്റായിരിക്കണം. ആ ഡ്രോയിങ്ങിൻ്റെ ലിമിറ്റ് എത്രയാണ് കൊടുത്തേക്കണത് എന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഓക്കെ, അപ്പോൾ ചിലരിങ്ങനെ ഡ്രോയിങ് കാണുമ്പോൾ ഇതിപ്പോൾ എന്താ എനിക്ക് വരയ്ക്കാൻ പറ്റാത്ത എന്നൊരു പോയിൻ്റ് അവിടെ വരരുത്. നമ്മളെപ്പോഴും ലിമിറ്റും ചെക്ക് ചെയ്ത് നോക്കണം, എത്രയാണ് ലിമിറ്റ് കൊടുത്തേക്കുന്നത്. ഓക്കെ, അതല്ലെങ്കിൽ നമുക്ക് ലിമിറ്റിൽ തന്നെ ലിമിറ്റ് ഓഫാക്കി വെക്കാം. ലിമിറ്റ് അടിച്ചാൽ തന്നെ ഇവിടെ ലിമിറ്റ് ഓണിലാണ് ഇപ്പോൾ കിടക്കുന്നത്. ഓഫാക്കിയിടാം. ലിമിറ്റ് ഓഫാക്കിയിട്ട് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ വരയ്ക്കാനുള്ളതാണെങ്കിൽ ഇവിടെയൊക്കെ വരയ്ക്കാൻ പറ്റും. ഓക്കെ, ലിമിറ്റ് ഓണാക്കാണ്. ലിമിറ്റ്സ് അടിച്ച് എൻ്റർ അടിച്ചു. ലിമിറ്റ് ജസ്റ്റ് ഓണാക്കി കൊടുത്തു കഴിഞ്ഞാൽ എനിക്കിവിടെ ഒന്നും ഒരു സാധനം വരയ്ക്കാൻ പറ്റില്ല. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും അവിടെ ഔട്ട് സൈഡ് ലിമിറ്റ് കാണിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, ഞാൻ എല്ലാം സെലക്ട് ചെയ്യാണ്. പച്ച കൊടുത്ത് എല്ലാം സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ലിമിറ്റ് എല്ലാവർക്കും ക്ലിയർ അല്ലേ? ലിമിറ്റിന് വേണ്ടി ലിമിറ്റ്സ് തന്നെ ഫുൾ അടിച്ചു കൊടുക്കുക. യൂണിറ്റിന് വേണ്ടി UN അടിച്ചു കൊടുക്കുക. ഓക്കെ, ഇനി നമ്മളിപ്പോൾ പറഞ്ഞായിരുന്നു ഇതെല്ലാം ഡ്രോയിങ് ടൂൾസാണ്. ഡ്രോയിങ് വരയ്ക്കാൻ പോകുന്ന ടൂൾസുകളാണ് ഇതെല്ലാം. ഡ്രോയിങ്ങിന് വരയ്ക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടൂൾസ്. ഈ സൈഡ് മോഡിഫൈ ചെയ്യുന്ന ടൂൾസ്. നമുക്ക് ഫസ്റ്റ് ഒരു ഡ്രോയിങ് ടൂൾസ് പരിചയപ്പെടാം. ഫസ്റ്റ് ലൈനാണ്. നമുക്ക് ലൈൻ ജസ്റ്റ് ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് മൗസിൽ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഈ ടൂൾ എടുത്തപ്പോൾ താഴത്ത് കാണിച്ചു ലൈൻ സ്പെസിഫൈ ഫസ്റ്റ് പോയിന്റ് ഞാൻ ക്ലിക്ക് ചെയ്ത് കൊടുത്തു. ഓക്കെ, സ്പെസിഫൈ നെക്സ്റ്റ് പോയിന്റ് ഞാൻ ക്ലിക്ക് ചെയ്ത് കൊടുത്തു. ഓക്കെ, സോറി, ഇത് ലിമിറ്റിലാണ് ക്ലിക്ക് ആവാനുള്ള. ഒരു മിനിറ്റ്, ലിമിറ്റ് നമുക്ക് ഓഫ് ചെയ്യാം. ലിമിറ്റ് ഓഫ്. ഞാൻ ലൈൻ എടുത്തു. ഫസ്റ്റ് പോയിന്റ് ക്ലിക്ക് ചെയ്തു, സെക്കൻഡ് പോയിന്റ് ക്ലിക്ക് ചെയ്തു. ഓക്കെ, ക്ലിക്ക് ചെയ്ത് നമുക്ക് ലൈൻ വരയ്ക്കാം. എവിടെയൊക്കെ ക്ലിക്ക് ചെയ്യണം ലൈൻ വരയ്ക്കാം. നമ്മളിങ്ങനെ പോകുമ്പോൾ തന്നെ നമ്മുടെ ഒപ്പം ഇവിടെ 39.85 എന്നൊക്കെ കാണാം. നമ്മളിങ്ങനെ മാറ്റുമ്പോൾ 35, 36 എന്നൊക്കെ. ഇത് ഇനി ക്ലിക്ക് ചെയ്യാൻ പോകുന്ന ലൈനിൻ്റെ ലെങ്ത്താണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ ഇത്രയും വരയ്ക്കുന്നത്. ഇപ്പോൾ 147 ലെങ്ത്താണ് ഇപ്പോൾ വരയ്ക്കാൻ പോകുന്നത്. ഏകദേശം നമുക്കൊരു കറക്റ്റ് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി. ഓക്കെ, അത് നമുക്ക് ഓട്ടോക്യാഡിൻ്റെ ഒരു ഓപ്ഷൻ പോലെ അവർ തന്നേക്കുന്നതാണ് നമുക്ക്. അതുപോലെ നമ്മൾ വരയ്ക്കുന്ന ആംഗിളും ഒരു ചെറിയ ലെവലിൽ ഇങ്ങനെ ഡോട്ടഡ് പോലെയൊക്കെ കാണിക്കുന്നുണ്ട്. നമുക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെയാണത്. ഓക്കെ, ഞാൻ ഇപ്പോൾ എനിക്ക് കറക്റ്റ് ഇങ്ങോട്ട് ഒരു 100 വേണ്ടത് എന്നാണെങ്കിൽ എനിക്കിവിടെ സെക്കൻഡ് പോയിൻറ്റിൻ്റെ അവിടെ എനിക്ക് 100 അടിച്ച് ജസ്റ്റ് എൻ്റർ അടിച്ചാൽ കറക്റ്റ് 100 പ്ലേസ് ആവും. ഓക്കെ, 100 പ്ലേസ് ആവും. ശ്രദ്ധിക്കുക, നമ്മൾ ഇങ്ങനെ വരച്ച് പോകുമ്പോൾ നമുക്ക് പാൻ ചെയ്യാം, സൂം ചെയ്യാം. നമ്മുടെ ഈ ഒരു ലൈനിൻ്റെ അകത്താണ് ലൈൻ ആക്റ്റീവായിട്ടിരിക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ തന്നെ സൂം ചെയ്യാം, പാൻ ചെയ്യാം. ഓക്കെ, നമുക്ക് പാൻ ചെയ്ത് നമുക്ക് പല ഡ്രോയിങ്സ് എന്തെങ്കിലും നോക്കണമെങ്കിൽ നോക്കാം. അങ്ങനെ എല്ലാം ചെയ്യാം ഇതിൻ്റെ ഉള്ളിൽ. ഓക്കെ, നമുക്ക് ആവശ്യമുള്ള ലെങ്ത്തുകൾ വേണമെങ്കിൽ നമുക്ക് ഏത് സൈഡിലേക്കാണ് വെക്കേണ്ടത്
ഒരു 50 വേണം, 50 കൊടുത്ത് എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ 50 വരും. ഓക്കെ, എന്തോരം വേണം അതനുസരിച്ച് അടിച്ചു കൊടുക്കാം. ഇപ്പം നമ്മൾ വരച്ചത് നമുക്കൊരു എന്താ പറയുക, ഡയറക്റ്റ് നമ്മൾ ലൈൻ ജസ്റ്റ് വരച്ച് പോവുക. നമുക്ക് ഈ ലൈൻ വരയ്ക്കുമ്പോൾ തന്നെ നമുക്ക് താഴത്തെ ഒരു ഓപ്ഷൻ ഉണ്ട്, ഓർത്തോ നമ്മൾ പരിചയപ്പെടുകയാണ്. ഓർത്തോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ലൈൻ എനിക്ക് 90 ഡിഗ്രി, എല്ലാം സ്ട്രെയിറ്റ് ലൈൻ 90 ഡിഗ്രി, ഒന്ന് ഇങ്ങോട്ട് അല്ലെങ്കിൽ 0 ഡിഗ്രി, 180 ഡിഗ്രി, ഇങ്ങനെയുള്ള സ്ട്രെയിറ്റ് ലൈൻസ് മാത്രമേ എനിക്ക് മതിയെങ്കിൽ ഓർത്തോ ഓൺ ആക്കി കഴിഞ്ഞാൽ എനിക്ക് സ്ട്രെയിറ്റ് മാത്രമേ കിട്ടുള്ളൂ. സ്ട്രെയിറ്റ് ഞാൻ ഇങ്ങോട്ട് പൊക്കിയാലും എനിക്കൊരു ലെവൽ കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് സ്ട്രെയിറ്റ് ലൈൻ കാണിച്ചുകൊണ്ടിരിക്കുകയുള്ളൂ. കണ്ടോ, ക്ലിക്ക് ചെയ്ത് എനിക്ക് സ്ട്രെയിറ്റ് ലൈൻ മാത്രം കിട്ടുള്ളൂ ഓർത്തോ ഓൺ ആക്കി കഴിഞ്ഞാൽ. ഓർത്തോ ഞാൻ അവിടെ പോയി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഈ ടൂളിൽ നിന്ന് ഔട്ടാവാതെ തന്നെയാണ് ഓർത്തോ ക്ലിക്ക് ചെയ്തേക്കണേ. ഓക്കെ, ക്ലിക്ക് ചെയ്ത് എനിക്ക് പിന്നെ ഇഷ്ടമുള്ള രീതിയിൽ വരയ്ക്കാം. നമ്മളൊരു എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ അത് ഫിനിഷ് ആവും. അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എസ്കേപ്പ് അടിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് പുറത്ത് വരും. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ ലൈൻ എടുത്ത് ഓക്കെ, നമ്മൾ ലൈൻ ആക്റ്റീവാണ്, നമ്മുടെ പിക്ക് ചെയ്തെടുത്താണ് ലൈൻ ആക്റ്റീവ് ആക്കി നമ്മൾ വരച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇപ്പോൾ ഈ പറഞ്ഞ എൻ്ററിൻ്റെ ഒരു ഓപ്ഷൻ ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ എൻ്റർ ബട്ടൺ എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് മൗസ് റൈറ്റ് ഞെക്കി എൻ്റർ പ്രസ് ചെയ്യാം. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, ഇപ്പോൾ ലൈൻ നമ്മൾ ഇവിടെ നിന്ന് പിക്ക് ചെയ്യണ കാര്യമാണ് പറഞ്ഞത്. ഓക്കെ, ഇനി ലൈനിനുള്ള കമൻറ്റ് ജസ്റ്റ് അടിക്കുക, എൻ്റർ അടിക്കുക, ലൈൻ ആക്റ്റീവായി. ഓക്കെ, അടിച്ച് എൻ്റർ അടിക്കുക, ആക്റ്റീവായി. എസ്കേപ്പ് അടിക്കുന്നത് ലീവായി. നമുക്ക് വേണമെങ്കിൽ ഓർത്തോ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യിക്കാം, അടിച്ച് എൻ്റർ അടിക്കാം, പിന്നെ വരയ്ക്കണമെല്ലാം സ്ട്രെയിറ്റ് ലൈനായിട്ട് കിട്ടും. നമ്മളിവിടെ ഒന്ന് ഓർത്തോ മാറ്റി കഴിഞ്ഞാൽ നമുക്ക് വേറെ രീതിയിൽ വരയ്ക്കാം. അപ്പോൾ ഇത് ലൈനിൻ്റെ ഓരോ രീതികൾ പറയുന്നതാണ്. ഓക്കെ, നിങ്ങൾ വരയ്ക്കുമ്പോൾ എപ്പോഴും പാൻ ചെയ്തും സൂം ചെയ്തൊക്കെ വരച്ച് പഠിക്കുക. കാരണം നമുക്ക് വരുന്ന ഡ്രോയിങ്സും നമ്മൾ വരയ്ക്കാൻ പോകുന്ന ഡ്രോയിങ്സ് എല്ലാം വലിയ ഡ്രോയിങ്സ് ആയിരിക്കും. ഈ പാൻ ചെയ്തും സൂം ചെയ്തും വരച്ച് പഠിക്കുക. ഓരോ പോയിന്റിലേക്കൊക്കെ സൂം ചെയ്ത് ഈ ഒരു പോയിന്റിലേക്ക് സൂം ചെയ്ത് ക്ലിക്ക് ചെയ്ത് അങ്ങനെ പഠിച്ച് വരാം. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് ലൈനിൻ്റെ അകത്ത് ഞാൻ ലൈനും ഓർത്തോയും വെച്ചിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. ഇപ്പം നമ്മൾ ലൈനാണ് തൊട്ട് മുമ്പ് ആക്റ്റീവാക്കിയ ടൂള്. ഈ ടൂള് തന്നെ എനിക്ക് ഒന്നും കൂടി ആക്റ്റീവ് ആക്കണമെങ്കിൽ നമുക്ക് ഇതുപോലെ പോയി പിക്ക് ചെയ്യുകയോ അതുപോലെ നമ്മൾ കമൻറ്റ് അടിക്കാതെ തന്നെ നമുക്ക് ഷോർട്ട് കട്ട് അടിച്ചുമ്പോൾ ഒരു എൻ്റർ അടിച്ചാൽ തന്നെ പിന്നെയും ലൈൻ ആക്റ്റീവ് ആവും. ഓക്കെ, അപ്പോൾ നമ്മളിനി ചെയ്യുമ്പോൾ അത് രണ്ട് രീതിയും ചെയ്യുക. പിന്നെ നിങ്ങൾ അത് സ്പീഡായി വരാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്ത ടൂൾസ് തന്നെയാണ്, അല്ലെങ്കിൽ യൂസ് ചെയ്ത ടൂൾസാണ് പിന്നെ യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് എൻ്റർ അടിക്കുക ഏത് ടൂൾസിനും, ലൈനിന് മാത്രമല്ല. നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ സർക്കിളുണ്ട്, ഞാൻ സർക്കിൾ ജസ്റ്റ് ഇങ്ങനെ വരയ്ക്കുകയാണ്. ഇവിടെ സർക്കിൾ ഒന്ന് വരച്ച് വിട്ടപ്പോൾ സർക്കിളായി. ആ സർക്കിളിൽ നമ്മൾ പുറത്ത് വന്നു. നമ്മൾ ചുമ്മാ എൻ്റർ അടിച്ചു, സർക്കിൾ പിന്നെ ആക്റ്റീവായി, എൻ്റർ അടിച്ചു പിന്നെ ആക്റ്റീവായി, എൻ്റർ അടിച്ചു ആക്റ്റീവായി. ഓക്കെ, ഇനി ലൈനിലേക്ക് പോകണമെങ്കിൽ എനിക്ക് ഒന്നെങ്കിൽ കമൻറ്റ് അടിക്കുക അല്ലെങ്കിൽ അവിടെ നിന്ന് പിക്ക് ചെയ്യുക ലൈൻ. ഓക്കെ, ഇപ്പോൾ സർക്കിൾ നമുക്ക് വരാം. സർക്കിളിലേക്ക് ഞാൻ ഇപ്പോൾ ലൈൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പോലെ കാണിച്ചതാണ്. സംഭവം ഐഡിയ ആയോ? ഓക്കെ, ഞാൻ എല്ലാം സെലക്ട് ചെയ്യാൻ ഡിലീറ്റ് കൊടുത്തു. ഇനിയിപ്പോൾ ലൈനിൻ്റെ കുറച്ച് കാര്യങ്ങൾ കിട്ടി. ഇനി ലൈനിൽ തന്നെ വേറെ ടൂൾസ് ഇതുകൂടി പറയാം. ലൈനിൽ തന്നെ നമ്മളിപ്പോൾ സ്ട്രെയിറ്റ് ലൈനും കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. സ്ട്രെയിറ്റും പിന്നെ ചുമ്മാ വരച്ച് പോണത്. ഈ വരയ്ക്കുന്ന ലൈൻ എനിക്ക് സ്ട്രെയിറ്റ് ലൈൻ അല്ല, ഇനി ഈ വരയ്ക്കുന്ന ലൈൻ ഇപ്പോൾ എനിക്കിവിടെ ആംഗിൾ കാണിക്കുന്നുണ്ട് 24, 25. ഈ ലൈൻ എനിക്ക് കറക്റ്റ് ഒരു 45 ഡിഗ്രി ആംഗിൾ വേണം. അങ്ങനെ നമുക്ക് വേണം. 45, 60, 30 നമുക്ക് ഇതൊരു ആംഗിൾ കറക്റ്റ് വരയ്ക്കണം. ഓക്കെ, അതിനായിട്ടാണ് ഇവിടെ പോളാർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. പോളാർ എന്ന് പറഞ്ഞാൽ തന്നെ അറിയാം നമ്മളൊരു ആംഗിളാണ് സെറ്റ് ചെയ്യേണ്ടത്. ഈ പോളാർ നമ്മൾക്ക് ഇത് ആക്റ്റീവ് ആക്കാൻ വേണ്ടി നമ്മൾ പോളാറിൽ ജസ്റ്റ് ഒന്ന് ലെഫ്റ്റ് ബട്ടൺ ഞെക്കുമ്പോൾ തന്നെ കുറേ ആംഗിൾ ഞാൻ സെറ്റ് ചെയ്തേക്കാണ് പകുതി ആംഗിൾസൊക്കെ. ഓക്കെ, ഇപ്പോൾ 45 വേണം, നമുക്ക് 45 ഇടാം. ഓക്കെ, 45ലേക്ക് പിക്ക് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഞാനിത് 45 വരുമില്ല, കറക്റ്റ് ഒരു 45 വരുമ്പോൾ തന്നെ എനിക്ക് ഇത് കാണിക്കും. ഞാൻ പോളാർ നമ്മൾ ഓഫായിട്ട് എടുക്കാം. ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ബ്ലൂ കളർ വരും, അപ്പോഴാണ് പോളാർ ഓൺ ആവുന്നത്. പോളാറിലുള്ള ആംഗിൾസൊക്കെ സെറ്റ് ചെയ്ത ആംഗിൾസ് വരുമ്പോൾ ഇപ്പോൾ ഒരു പച്ച ഇതിൽ ഡോട്ടഡ് അങ്ങോട്ട് പോയിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു ഡോട്ടഡ് നമുക്ക് പോളാറിൽ നമ്മൾ ഏതൊക്കെ ആംഗിൾസ് സെറ്റ് ചെയ്തിട്ടുണ്ടോ അതിലൊക്കെ കിട്ടും. ഇപ്പോൾ നമുക്ക് 45 ആണ് വേണ്ടത്. കറക്റ്റ് 45 കിട്ടി. ഇവിടെ നമുക്ക് 100 മീറ്ററിലാണ് ലെങ്ത്ത് വേണ്ടത്. ലെങ്ത്ത് 100 മീറ്റർ നമ്മൾ 100 അടിച്ചു കൊടുത്തു.
കറക്റ്റ് 40 100 ചെറിയ വാല്യൂ ആണ്. 45 100 വന്നു. ഓക്കെ, ഇനിയിപ്പോൾ നമുക്കിവിടെ വേണ്ടത്, ഇപ്പോൾ ഞാൻ പോളാർ ആക്റ്റീവ് ആണെങ്കിൽ ഇവിടെ ഒരു ബ്ലൂ പോലെ കാണിക്കും. അറ്റ് എ ടൈം പോളാർ അല്ലെങ്കിൽ ഓർത്തോ, ഇത് ഏതിലൊന്നാണ് ആക്റ്റീവ്. കാരണം പോളാർ എപ്പോഴും ആംഗിളിനെ ബേസ് ചെയ്താണ്ട് ഓർത്തോ ഓണാക്കി കഴിഞ്ഞാൽ പോളാർ ഓട്ടോമാറ്റിക്കലി ഓഫ് ആവും. പോളാർ തന്നെ റൈറ്റ് ബട്ടൺ ഞെക്കി നമ്മൾ സെറ്റിങ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഏതെങ്കിലും ഒരു ആംഗിൾ ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാം. ഇവിടെ ന്യൂ എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരിപ്പോൾ ഒരു 122 നമ്മളൊരു ആഡ് ചെയ്യാണ്. ഓക്കെ കൊടുത്തു. ഓക്കെ, ഇനി നമ്മൾ 122 ആംഗിളിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് കാണിക്കും. ഈ ഇടയ്ക്കിടയ്ക്ക് പച്ച കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുറേ ആംഗിൾസ് ഒക്കെ സെറ്റാണ്. 47, 55, 72 ഒക്കെ സെറ്റാണ്. അതാണ് ഈ ഇവിടെ വരുമ്പോൾ 45, 47, ഓക്കെ, അതല്ല ഓരോ 72 ഇതിലൊക്കെ ഒന്ന് പച്ച ലൈൻ പോയുണ്ടോ. പിന്നെ നമുക്കൊരു ഐഡിയ കിട്ടി, ആ ലൈൻ ഇതാണ് കറക്റ്റ് 70. നമ്മളിപ്പോൾ സെറ്റ് ചെയ്ത് 120, 122 അതുകൊണ്ട് സെറ്റ് ചെയ്തത്. ഓക്കെ, 120 ഒരു ആംഗിൾ ഉണ്ട്, 122 കിട്ടി. ഇടയ്ക്ക് സെറ്റ് ചെയ്യാത്തതുകൊണ്ടൊന്നും കിട്ടിയില്ല. ഓക്കെ, 135 ഓൾറെഡി സെറ്റ് ചെയ്ത് കിടക്കുന്നതാണ്. 122 നമുക്ക് ഒരു എത്ര വേണ്ട, ഒരു 250 ലെങ്ത്ത് വേണം. 250 ലെങ്ത്ത് അടിച്ചു കൊടുത്തു. 250 ലെങ്ത്ത് 122 250 ലെങ്ത്ത് വന്നു. ഓക്കെ, 250 ലെങ്ത്ത്. നമുക്ക് ലെങ്ത്തൊക്കെ ചെക്ക് ചെയ്യണം, അതൊക്കെ നമ്മൾ പഠിപ്പിച്ചു തരാം. നമ്മൾ ഏകദേശം ഒന്ന് ചെക്ക് ചെയ്ത് ഇത് കാണിക്കുന്നതാണ്. ഓക്കെ, 250 അടുത്ത് സെലക്ട് ആയി. ഞാൻ കറക്റ്റല്ല, പിക്ക് ചെയ്തതിന് കറക്റ്റല്ല, അതുകൊണ്ടാണ് 249.04 വന്നതാണ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഓർത്തോ പഠിച്ചു, പോളാർ പഠിച്ചു. ഓർത്തോയും പോളാറും നമുക്ക് മാറ്റി കൊടുക്കാം. ഈ ഓർത്തോ നമുക്ക് ആക്റ്റീവ് ആവാൻ വേണ്ടി നമുക്കൊരു ഷോർട്ട് കട്ട് ഉണ്ട്. ഓർത്തോയും പോളാറും ആക്റ്റീവ് ആവാൻ വേണ്ടിയുള്ള ഷോർട്ട് കട്ട്സുകളുണ്ട്. ഓക്കെ, ഞാനൊരു ലൈൻ വരച്ചു, ലൈൻ എടുത്തു. നമുക്ക് ഓർത്തോ ആക്റ്റീവ് വന്നെങ്കിൽ ഓർത്തോ പോയി ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അതല്ലെങ്കിൽ ഇപ്പോൾ ഓർത്തോ ഓഫാക്കി വെച്ചു. നമുക്ക് F8 പ്രസ് ചെയ്ത് ഞാൻ ഓർത്തോ ആക്റ്റീവായി. F8 ഞാൻ ഒന്ന് പ്രസ് ചെയ്യാണ്, ഓർത്തോ പോയി. F8 ഞാൻ ഇവിടെ വച്ചു, F8 പ്രസ് ചെയ്തു, ഓർത്തോ ആക്റ്റീവായി. ഓക്കെ, ഓർത്തോ F8 ആണ് ഓർത്തോ. ഓരോ തവണ പ്രസ് ചെയ്യുമ്പോൾ ആക്റ്റീവ് ആവും, ഡീആക്റ്റീവ് ആവും. അങ്ങനെ ഇത് ഷോർട്ട് കട്ടാണ്. നമ്മളിങ്ങനെ കൊണ്ടുപോയി പോയി പ്രസ് ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് സ്പീഡാക്കാൻ വേണ്ടി F8 കൊടുത്ത് ചെയ്ത് പോവാം. ഓക്കെ, അതുപോലെ തന്നെ പോളാറിലാണെങ്കിൽ F10 ആണ് പോളാറിൻ്റെ ഇത്. നമുക്കിവിടെ വരുമ്പോൾ തന്നെ കാണാം F8 എന്ന് കാണിക്കുന്നുണ്ട്, F10 എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ F10 അടിച്ച് കഴിഞ്ഞാൽ പോളാർ ആക്റ്റീവ് ആവും. പോളാറിലേക്ക് ഒരു ബ്ലൂ കളർ വന്നു, ആക്റ്റീവ് ആവും. സംഭവം മനസ്സിലായോ എല്ലാവർക്കും ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ? അപ്പോൾ ഈ ലൈനിൽ തന്നെയാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു ടൂൾ. അപ്പോൾ ലൈൻ ഏകദേശം എല്ലാം ഫുൾ ഡീറ്റെയിൽ ആയിട്ടാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. ലൈൻ എങ്ങനെയാണ് വരയ്ക്കേണ്ടതും എല്ലാ കാര്യങ്ങളും. ഇനി തൊട്ട് താഴെ തന്നെ വേറൊരു ലൈനുണ്ട്, കൺസ്ട്രക്ഷൻ ലൈനും ക്ലിക്ക് ചെയ്തു. കൺസ്ട്രക്ഷൻ ലൈൻ നമ്മൾ ജസ്റ്റ് ഒന്ന് മൗസിൽ പിക്ക് ചെയ്യുമ്പോൾ തന്നെ പിക്ക് ചെയ്ത് പിടിക്കുക. അപ്പോൾ എന്താ പറയുക, ഒരു രണ്ട് സൈഡിലേക്ക് ഇൻഫിനിറ്റി ആയിട്ട് ലൈൻ വരും. കൺസ്ട്രക്ഷൻ ലൈൻ എന്നാണ് ഇതിനെ പറയുന്നത്. നമ്മൾ എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ സെറ്റാവും. പിന്നെ അടുത്തത് നമുക്ക് വരയ്ക്കാം, നമ്മൾ റൊട്ടേറ്റ് ചെയ്യാം. എവിടെയും ക്ലിക്ക് ചെയ്യുമ്പോൾ അതവിടെ സെറ്റാവും. രണ്ട് സൈഡിലേക്ക് ഇൻഫിനിറ്റിയാണ് ഈ ലൈൻ പോകുന്നത്. ഇത് നോർമലി ഈ ഒരു ലൈൻ യൂസ് ചെയ്യണത് നമ്മളൊരു ഡ്രോയിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു സ്റ്റാർട്ടിങ് പോയിൻ്റൊക്കെ കിട്ടി വരച്ച് തുടങ്ങാൻ വേണ്ടിയാണ് ഈ ഒരു ലൈൻ നമ്മൾ യൂസ് ചെയ്യണത്. ഈ കൺസ്ട്രക്ഷൻ ലൈനിൻ്റെ കമൻറ്റ് XL ആണ്. കമൻറ്റ് XL എൻ്റർ അടിച്ചാൽ കൺസ്ട്രക്ഷൻ ലൈൻ ആക്റ്റീവ് ആവും. ഓക്കെ, ഇതുപോലെ തന്നെ അതിനും നമുക്ക് ഇതുപോലെ ഓർത്ത് ഓണാക്കിയ 90 ഡിഗ്രികൾ മാത്രമാണ് കാണിക്കുള്ളൂ. നോർമലി നമ്മൾ ഈ കൺസ്ട്രക്ഷൻ സിവിൽ സൈഡൊക്കെ വർക്ക് ചെയ്യണത് അല്ലെങ്കിൽ ഡ്രോയിങ്ങിലൊക്കെ ചെയ്യുമ്പോൾ ഒരു എന്താ പറയുക, ഒരു സ്റ്റാർട്ടിങ് നമുക്കൊരു പോയിൻ്റ്, ഈ ബാക്കിയുള്ള 2 പോയിൻറ്റ്സൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയും. ഈ സൈഡൊക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഇവിടെ നിന്ന് ഡ്രോയിങ് വരച്ച് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഇത് ഇൻഫിനിറ്റിയാണ്. ഈ 2 ലൈൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ലൈനാണ് ഈ കൺസ്ട്രക്ഷൻ ലൈൻ എന്ന് പറയുന്നത്. നമുക്ക് വലിയ യൂസൊന്നും വന്നില്ല, അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ചെയ്യണമെങ്കിൽ ചെയ്യാം. പക്ഷെ നമ്മൾ എപ്പോഴും അത് ഇൻഫിനിറ്റിയിൽ ഒരിക്കലും ഡ്രോയിങ്ങിൽ സെറ്റ് ചെയ്യില്ല. സെറ്റ് ചെയ്തിട്ട് നമുക്ക് വരയ്ക്കാൻ എളുപ്പത്തിന് വേണ്ടി ഇതൊക്കെ ഇതിട്ട് ജസ്റ്റ് വെച്ചിട്ട് നമുക്ക് ആവശ്യം കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പോർഷൻസ് ഡിലീറ്റ് ചെയ്ത് കളയും. ഓക്കെ, ഇപ്പോൾ കൺസ്ട്രക്ഷൻ ലൈൻ നിങ്ങൾക്ക് മൈൻഡിലിരിക്കുന്ന ചെറിയ ആവശ്യങ്ങൾക്കാണ് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത്. വലിയ കാര്യങ്ങൾക്കൊന്നും യൂസ് ചെയ്യുന്നില്ല ഈ ലൈൻ.
എന്നാൽ നമുക്ക് നമ്മുടെ ഈ ഡ്രോയിങ് എന്ന് പറയുമ്പോൾ നമ്മുടെ മൈൻഡിൽ ഉള്ള രീതിയിലായിരിക്കും നമ്മൾ വരയ്ക്കുന്നത്. ഇപ്പോൾ എനിക്കൊരു ഡ്രോയിങ് കിട്ടുമ്പോൾ ഞാൻ എങ്ങനെ ഒരു ഡ്രോയിങ് എന്നോട് ഇത്ര ടൈമിൽ വരച്ച് തരാൻ പറഞ്ഞ് ഞാൻ എങ്ങനെ അതിലേക്ക് അപ്രോച്ച് ചെയ്യും. ആ ഡ്രോയിങ് ഞാൻ എങ്ങനെ വരയ്ക്കും, അത് എൻ്റെ മൈൻഡിൽ വരുന്ന പോലെ അല്ലായിരിക്കും മറ്റുള്ള വേറൊരാളുടെ മൈൻഡിൽ. ഓക്കെ, അപ്പം നമ്മൾ എങ്ങനെ എത്രയും ഫാസ്റ്റായിട്ട് എത്രയും ഈസി ആയിട്ട് വരയ്ക്കാൻ പറ്റുന്നു ആ ലെവലിലായിരിക്കും നമ്മൾ ചിന്തിക്കേണ്ടതും വരയ്ക്കേണ്ടതും. അപ്പോൾ അങ്ങനെ വരയ്ക്കാനൊക്കെ നമുക്ക് വേണ്ടി കൺസ്ട്രക്ഷൻ ലൈനും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യും. നമ്മുടെ ഈ ഡ്രോയിങ്ങിൽ വരച്ചത് എല്ലാം വരച്ച സാധനം ഫുള്ളായിട്ട് അതിൽ തന്നെ വേണമെന്നില്ല, നമുക്ക് വരുന്ന ഔട്ട്പുട്ട് കറക്റ്റായിട്ട് കിട്ടിയാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒരു 2 ലൈനാണ് ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. പിന്നെ കൺസ്ട്രക്ഷൻ ലൈനും പറഞ്ഞു. ഇനി ഒരു ഇത് പറയാനുള്ള പോളി ലൈനാണ്. ഓക്കെ, ഇതിന് ഇവിടെ 3ാമത്തെ ഓപ്ഷനാണ് PL എന്നാണ് പോളി ലൈൻ. ഈ PL നമ്മൾ ലൈൻ പോലെ തന്നെയാണ്. വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ നമ്മളിത് വരച്ച് പോകുന്നത് ഓർത്തോ ഓണാണ്. വരച്ചിങ്ങനെ പോകുന്നതെല്ലാം നമ്മൾ പെൻഡ്രടിച്ച് ക്ലോസ് ചെയ്തു ഈ ഒരു സാധനം ഒറ്റ ഒബ്ജക്റ്റായിട്ടായിരിക്കും. നമ്മൾ ലൈൻ വരച്ചപ്പോൾ ഓരോരോ പീസായിട്ടായിരുന്നു. ഞാൻ ജസ്റ്റ് ലൈൻ വരയ്ക്കാം, എല്ലാം അടിച്ചു എൻ്റർ ലൈൻ വരച്ചു. ഇതെല്ലാം ഓരോരോ പീസായിരിക്കും. നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ 2 സെലക്ട് ചെയ്യുമ്പോൾ ഓരോന്നോരോ സെലക്ട് ആവും. പക്ഷേ ഇത് സെലക്ട് ചെയ്യുമ്പോൾ ഫുള്ളായിട്ട് സെലക്ട് ആവും. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും പോളി ലൈനും ലൈനും തമ്മിൽ വ്യത്യാസമാണ്. ഇത് പോളി ലൈൻ നമ്മൾ കുറേ സ്ഥലങ്ങളിൽ യൂസ് ചെയ്യാറുണ്ട്. പോളി ലൈൻ നമുക്ക് ഒറ്റ ഒബ്ജക്റ്റായിട്ടൊക്കെ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ വരച്ച് പോകാനൊക്കെ ആയിട്ട് ഒറ്റ ഒബ്ജക്റ്റും വേണം. നമുക്ക് ഒറ്റ ഒബ്ജക്റ്റായിട്ട് എന്തെങ്കിലും വരയ്ക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പോളി ലൈനിൽ ഇങ്ങനെ വരച്ചൊക്കെ പോകും. നമുക്കിങ്ങനെ ഒരു റോഡൊക്കെ പ്ലേസ് ചെയ്യും ഒറ്റ ഒബ്ജക്റ്റായിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ സിമ്പിളായിട്ട് വരയ്ക്കാനൊക്കെ യൂസ് ചെയ്യുന്ന സംഭവമാണ് പോളി ലൈനൊക്കെ. റോഡ് മാത്രമേ എല്ലാ സാധനത്തിലും നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് പോളി ലൈൻ. അപ്പോൾ ബാക്കി ലൈനിൽ പറഞ്ഞുള്ള എല്ലാ ഓപ്ഷൻസും പോളി ലൈനിലും ഇതാണ്. കാരണം ഇതുപോലെ ഞാൻ പറഞ്ഞ പോലെ പോളാറും ഓർത്തോയും ഒക്കെ ഇട്ട് പോളി ലൈനിലും നമുക്ക് വർക്ക് ചെയ്യാം. 3 ഓപ്ഷൻസാണ് പറഞ്ഞ ലൈനും പിന്നെ കൺസ്ട്രക്ഷൻ ലൈനും പിന്നെ പോളി ലൈനും. ഓക്കെ, പോളി ലൈൻ PL ആണ് കമൻറ്റ്. PL അടിക്കുക, പോളി ലൈൻ ആക്റ്റീവ് ആവും. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ക്ലാസ്സിൽ ഞാൻ ഇവിടെ വെച്ച് എൻഡ് ചെയ്യണം. നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് പേഴ്സണൽ മെസ്സേജ് ചെയ്യുക. ഓക്കെ.